ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ രാജ്യത്തെ സ്വാതന്ത്ര്യം പോരെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ജനാധിപത്യ രാജ്യത്ത് ജീവിക്കാൻ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മത രാജ്യം വേണം, ഞങ്ങൾക്ക് മതേതര രാജ്യത്ത് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ 1947 പാകിസ്ഥാൻ ഭാഗം വാങ്ങി ഇവർ പോകുന്നത്. മതപരമായി ഞങ്ങൾക്ക് ചിട്ടവട്ടങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ മിക്സ്ഡ് കൾച്ചറാണ്. ഞങ്ങൾക്ക് ബഹുസ്വരത പറ്റില്ല, ഞങ്ങൾക്ക് മതേതരത്വം പറ്റില്ല, ദേശീയത പറ്റില്ല, ജനാധിപത്യം പറ്റില്ല, അമ്പലങ്ങൾ കാണാനേ പറ്റില്ല, ചർച്ചുകൾ നമുക്ക് പാടേയില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇവരെ രാജ്യത്തിന്റെ പകുതി സമ്പത്തും കൂടി വാങ്ങിച്ചിട്ടാണല്ലോ ചരിഞ്ഞത്. ഇപ്പോൾ വീണ്ടും ഈ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയിട്ട് അവർ വീണ്ടും ശ്രമിക്കുന്നു മത തീവ്രവാദം വളർത്തിക്കൊണ്ടുവരാൻ, രാജ്യവിരുദ്ധതകൾ വളർത്തിക്കൊണ്ടുവരാൻ. അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഈ രാജ്യത്തിന്റെ ഭരണകർത്താക്കളായിട്ടുള്ള അമരക്കാർ മല പോലെ അതിനെ എതിർത്ത് നിൽക്കുന്നു. നമ്മൾ ഏതു ഭാഗത്ത് നിൽക്കണം എന്നത് ചിന്തിക്കേണ്ടുന്ന വസ്തുതയാണ്. ഈ രാജ്യത്ത് ജീവിച്ചിട്ട് ഈ രാജ്യത്തിന്റെ താല്പര്യത്തോടൊപ്പം നിൽക്കണോ, അതോ മതതീവ്രവാദികൾ ഈ രാജ്യത്തെ പാകിസ്ഥാനാക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ താല്പര്യത്തിനൊപ്പം നിൽക്കണോ എന്നത് നമ്മുടെ മനോധർമ്മമാണ്. നമ്മുടെ വിവേകത്തിനനുസരിച്ച് നമുക്ക് നിൽക്കാം. ഇവിടെ വന്ദേ ഭാരതം പറ്റില്ല, ജനഗണമന പറ്റില്ല, അതുപോലെ രാവിലെ ഉണ്ടായിരുന്ന ഇത് പല രൂപത്തിൽ നമുക്കറിയാം. ഇസ്ലാമിക സ്കൂളുകളിൽ ഹിന്ദു അധ്യാപികമാർ ഖുർആനിലെ 1-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്ന സ്കൂളുകൾ വരെ നമ്മുടെ നാട്ടിലുണ്ട്. ഇത് പറയുമ്പോൾ അയ്യോ ഞങ്ങളുടെ മതത്തെക്കുറിച്ച് വിദ്വേഷം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു. വിദ്വേഷം പറഞ്ഞാൽ അത് ജനങ്ങളോട് പറയും, ഒരു ഭയവുമില്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും. നിങ്ങൾക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാളാണ് കേൾക്കാനുള്ളതെങ്കിലും ശരി, ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും. നമുക്ക് വന്ദേ മാതരം പോലും പറ്റുന്ന നാടല്ല കേട്ടോ. വന്ദേമാതരം കേട്ടിട്ടുണ്ടോ? അംഗീകരിക്കുന്നുണ്ടോ വന്ദേമാതരത്തിനെ? എന്താണ് അംഗീകരിക്കേണ്ടത്? വന്ദേമാതരം ചൊല്ലാൻ പറ്റുമോ? അത് മോശമാണോ? ചൊല്ലാൻ പാടില്ല എന്നുള്ളതാണ് ഫസ്റ്റിൽ അതിന് പ്രശ്നം ഉണ്ടെന്നാണ് മതപണ്ഡിതന്മാർ പറയുന്നത്. ഏത് മതപണ്ഡിതൻ അങ്ങനെ പറഞ്ഞേ? പുസ്തകത്തിനകത്ത് അങ്ങനെ ഉണ്ടോ? ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞതാ. ഒന്ന് നമ്മള് വേറെ പറഞ്ഞ അപ്പൊ വിഷയം എന്താന്നുള്ളത് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. കാടും ഒന്ന് മ്യൂട്ട് എല്ലി പിടിച്ചാൽ താഴോട്ട് ഇടക്ക് കയറുന്ന മദ്രസ അല്ലത്. ഇത് പാഞ്ചേരി ഗ്രൂപ്പാണ്. നിങ്ങളെ ഗ്രൂപ്പിൽ ഞങ്ങൾ എല്ലാവർക്കും അവസരം കൊടുക്കും. പക്ഷെ മറുപടി കേൾക്കാൻ സമയം വേണം. ഞങ്ങൾ പറയും മൂട് തട്ടി കയറരുത്. ഇപ്പൊ എങ്ങനെയുണ്ട് നമ്മന്റെ മതേതരത്വം എന്ന് പറയുന്നത്? അത് തന്നെയാണ് ഞാൻ ഈ ക്യാപ്റ്റൻ ഉണ്ടാവാനുള്ള കാരണം. ഇവർക്ക് വന്ദേമാതരോ മറ്റേ ദേശീയഗാനം ഒന്നും അംഗീകരിക്കാൻ ഇവർക്ക് പറ്റൂല. ഇവർക്ക് പറ്റെന്താ? ഇവരുടേതായിട്ടുള്ള ഹലാല്, അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ, അത് ഇത് മറ്റേ തുപ്പൽ ബിരിയാണി, ഇതൊക്കെയാണ് ഇവര് അംഗീകരിക്കുള്ളൂ. ഇതിനെ ശക്തിയുക്തം എതിർത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് യോഗി ആദിത്യനാഥ്. അദ്ദേഹത്തോട് മാത്രം ഇവരുടെ ഒരു പണിയും നടപ്പില്ല. കാരണം ഇവരുടെ സകലമാന ഉഡായിപ്പുകളും പൊളിച്ചെടുക്കാൻ യോഗി ആദിത്യനാഥിന് സാധിക്കും. അവിടെ മദ്രസകൾ കേന്ദ്രീകരിച്ച് മാത്രമാണ് ഭൗതിക വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും ഒക്കെ ലഭിക്കുന്നത്. അവിടെ ദേശീയ ഗാനം ചൊല്ലണം നിർബന്ധമാണ്. ഭരണഘടന കുട്ടികളെ പഠിപ്പിക്കണം. നിങ്ങൾ മതവിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കുന്നതോടൊപ്പം കുട്ടികൾ പൊതുവിദ്യാഭ്യാസ രംഗത്തും ഉയർന്നു വരണം. അതുകൊണ്ട് അവരെ കണക്കും സയൻസും നിങ്ങൾ മദ്രസകളിൽ പഠിപ്പിച്ചിരിക്കണം. അതിന് ഉസ്താദന്മാർക്ക് കണക്ക് സയൻസും അറിയണ്ട. അപ്പോൾ മദ്രസകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ യോഗ്യതകൾ നിർണയിക്കപ്പെടണം. അങ്ങനെയുള്ളവർ പഠിപ്പിച്ചാൽ മതിയെന്നേ. ഉണ്ടായി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഭരണഘടനയിൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അതൊന്നും ഇവർ അംഗീകരിക്കാൻ വേണ്ടിയില്ല. ഇവര് പറയുന്ന മതേതരത്വം എന്ന് പറയുന്നത് രാജ്യവിരുദ്ധയും ഹിന്ദു വിരുദ്ധതയാണ്. സത്യം. ഇവരുടെ രാജ്യസ്നേഹം എന്താണ്? ഇന്ത്യ വിരുദ്ധത, ഹൈന്ദവ വിരുദ്ധത. ഭരണഘടനയിൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അതൊന്നും ഇവർ അംഗീകരിക്കാൻ വേണ്ടിട്ട് പോകുന്നില്ല. ഇവര് പറയുന്ന മതേതരത്വം എന്ന് പറയുന്നത് രാജ്യവിരുദ്ധയും ഹിന്ദു വിരുദ്ധതയാണ്. ഇവർ പറയുന്ന മതേതരത്വം എന്ന് പറയുന്നത് രാജ്യവിരുദ്ധതയും ഹിന്ദു വിരുദ്ധതയും ആണ്. അത് തുറന്നു കാട്ടാൻ വേണ്ടിയിട്ടാണ് ഈ റൂം ഇവിടെ ഇട്ടിട്ടുള്ളത്. അതല്ലാതെ ഇവർക്ക് യഥാർത്ഥ മതേതരത്വമൊന്നുമില്ല. മറ്റുള്ള മതങ്ങളോട് സഹിഷ്ണുത കാണിക്കുക, അവരെ ജീവിക്കാൻ വിടുക, അവരെ നല്ല രീതിയിൽ സംരക്ഷിക്കുക, അവരോട് സംയമനം പാലിക്കുക, അതൊന്നും ഇവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഈ രാജ്യത്തിന്റെ ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങൾ പോലും ഇവർ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നില്ല. മതപണ്ഡിതന്മാർ പറയുന്നവരോ
മതപണ്ഡിതന്മാരാണ് ഈ രാജ്യം ഉണ്ടാക്കിയിട്ടുള്ളത്. ഞങ്ങൾ ഇവിടെ ഭൂരിപക്ഷം ആയി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഈ 500 ചില സീറ്റ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ കുറച്ച് മതപണ്ഡിതന്മാർ കുറച്ച് കാര്യം പറയും, എന്നിട്ട് ഭരണഘടന എഴുതി ചേർത്താൽ അപ്പൊ നിങ്ങൾക്ക് അറിയോ കരയും, നല്ല ഉഷാറായിട്ട് കരയും. ഇപ്പൊ ഈ രാജ്യത്ത് ഒരു കുഴപ്പമില്ലാതെ പോകുമ്പോൾ മതപണ്ഡിതന്മാർ പറയുന്നത് കേൾക്കണം അല്ലേ? മതപണ്ഡിതന്മാരാണ് ഈ രാജ്യം ഉണ്ടാക്കിയ മതപണ്ഡിതന്മാർ പറയുന്നത് കേൾക്കുകയാണ് നിങ്ങൾ പാകിസ്ഥാനിൽ പോകണം. ഈ മതപണ്ഡിതന്മാരാണ് കത്ത് വാങ്ങി കുട്ടി വാങ്ങും പാകിസ്ഥാൻ എന്നാണ് ഇവിടെ മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ മതപണ്ഡിതന്മാരാണ് 10 കൊല്ലം കൊണ്ട് ഇസ്ലാമിന്റെ രാജ്യമാക്കി മാറ്റും കേരളം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതേ മതപണ്ഡിതനാണ് പറഞ്ഞിട്ടുള്ളത് ഈ അമ്പലങ്ങൾക്ക് പൈസ കൊടുക്കുന്നത്, വേശ്യാലയത്തിന് പൈസ കൊടുക്കുന്ന മാതിരിയാണ്. ഇതൊക്കെയാണോ നമ്മളെ മതേതരത്വം എന്ന് പറയുന്നത്? അപ്പൊ ഈ റൂം ഇട്ടത് മ്യൂട്ട് ചെയ്ത് കേരളത്തെ മ്യൂട്ട് ചെയ്ത് പറയുന്നത് കേൾക്കേ. അപ്പൊ ഈ റൂം ഇട്ടിട്ടുള്ളത് എന്തിനാന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ടാവും. ഞമ്മന്റെ മതേതരത്വം എന്ന് പറഞ്ഞാൽ രാജ്യവിരുദ്ധതയും ഹിന്ദു വിരുദ്ധതയുമാണ്. 100-ൽ 150% രാജ്യവിരുദ്ധതയും ഹിന്ദു വിരുദ്ധതയാണ്. ഇവർക്ക് ഈ നാട്ടിലുള്ള ഭൂരിപക്ഷ വിഭാഗത്തിലുള്ള ഹിന്ദുക്കളെ അംഗീകരിക്കാൻ വേണ്ടി ഇവർക്ക് പറ്റൂല. ക്രിസ്ത്യാനികളും അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് ബൈബിൾ പോയി കത്തിച്ചത്. ജൂതന്മാരെ തീരെ അംഗീകരിക്കാൻ വേണ്ടിട്ട് പറ്റൂല. അവരൊക്കെ തച്ചുകൊല്ലപ്പെടാനാണെന്നുള്ള പാസികൾ അവര് അവിടെ. എന്നാലോ ജൂതനുണ്ടാക്കിയ എല്ലാ സംവിധാനങ്ങളും ഇവർക്ക് ഉപയോഗപ്പെടുത്തണം. ജൂതനുണ്ടാക്കിയ ഷർട്ടിന്റെ ബട്ടൺസ് ഇല്ലെങ്കിൽ ഇവര് തുറന്നിട്ടുകൊണ്ട് നടക്കേണ്ടി വന്നേനെ സിബ്. അപ്പൊ ജൂതനുണ്ടാക്കിയ മീഡിയയിലൂടെ തന്നെ ജൂതനെ തെറിവിളിക്കുമ്പോൾ കിട്ടുന്ന വിവരദോഷികൾക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതാണ് ഇവരെമ്പാടും അനുഭവിക്കുന്നത്. ആ ഇറാനിന്ന് അവര് ഞമ്മന്റെ ആളുകൾ തച്ച് വായിപ്പിച്ചപ്പോ അവർക്ക് ഇവിടെ അഭയം കൊടുത്ത ആൾക്കാരാണ്. അപ്പൊ ഇറാനികളും അവിടെ കാപ്പറുകളാണ്, അവരും തച്ചു കൊള്ളണം. പിന്നെ ആരാണ് നിങ്ങൾക്ക് ഇവിടെ വേണ്ടത്? നിങ്ങളെ ഞമ്മന്റെ രാജ്യം പാകിസ്ഥാൻ, ഇവിടുന്ന് 10 അണക്ക് കുത്തി വാങ്ങിയ പാകിസ്ഥാൻ നശിച്ച് നാറാണക്കല്ലെടുത്തില്ലേ അവിടെ? ഇവിടെയുള്ള ഈ രാജ്യത്ത് നിന്ന് ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിന്റെ സഹിഷ്ണുതയുടെ ഫലമായിട്ട് ന്യൂനപക്ഷ ആനുകൂല്യങ്ങളും മേടിച്ച് 4 നേരം പൊട്ടടിച്ച് സുഖലോലുപരായിട്ട് ഇവിടെ കഴിയുന്ന സമയത്ത് ഈ രാജ്യത്തിന്റെ വന്ദേമാതരങ്ങൾക്ക് അംഗീകരിക്കാൻ വേണ്ടിട്ട് പറ്റൂല. ദേശീയഗാനം അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. ഭരണഘടനയിലുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. പറയുന്ന മതപണ്ഡിതന്മാരുടെ ഒലക്കേന്റെ മൂഡ് നിങ്ങൾക്ക് അംഗീകരിച്ചാൽ മതി എന്നുള്ളതാണ്. നിങ്ങൾ ഒലക്കേന്റെ മൂഡ്, ഈ മുജാഹിദീൻ ബാലുശ്ശേരിന്റെ മൂഡ് നിങ്ങൾക്ക് അംഗീകരിച്ചാൽ മതി എന്നാണ് നിങ്ങൾ പറയുന്നത്. വളരെ കഷ്ടം, ദയനീയം. നിങ്ങൾ ആലോചിക്കുന്ന സമയത്ത് പുച്ഛം തോന്നുന്നു കേരളത്തെ പുച്ഛം. നിങ്ങൾക്ക് ഈ ഭാരതീയനായിട്ട് പിറന്നു പോയല്ലോ എന്നുള്ള ആലോചിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പുച്ഛവും സങ്കടവുമാണ് തോന്നുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും. അതിനുള്ള പണികൾ ഞങ്ങൾ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. വേദാറാവണം. നിങ്ങളെ ഈ നാടിന്റെ ദേശീയതയിലേക്ക് അംഗീകരിച്ചും കണ്ട് ഇവിടെ മറ്റുള്ള ആളുകളെ ബഹുമാനിച്ച് ജീവിക്കുന്ന ആളുകളാക്കി ഞങ്ങൾ നിങ്ങളെ മാറ്റും. നിങ്ങൾ വേദാറാവണ്ട. അതിനുള്ള പണി ഞങ്ങൾ എടുക്കുന്നുണ്ട്. ലോകത്ത് നിങ്ങൾ വിറപ്പിച്ച ആൾക്കാരായിരിക്കും, തീവ്രവാദം നടത്തി മറ്റുള്ളവരെ കൊന്നൊടുക്കിയ ആൾക്കാരായിരിക്കും, ഒക്കെ ആയിരിക്കും നിങ്ങൾ. പക്ഷേ ഇവിടെ ഭരിക്കുന്ന സംഘപരിവാറാണ്. ഞങ്ങളെ മുന്നിൽ ഒരു കളി നിങ്ങൾക്ക് നടക്കാൻ വേണ്ടി പോയില്ല. ടൗസർ ഞങ്ങൾ ഊരും. നിങ്ങളത് ആലോചിച്ച് തന്നോളി. നിങ്ങളെ ജിഹാദിത്തരം പുറത്തെടുത്ത് കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ. സംസ്കാരം എന്താണെന്ന് നിങ്ങളെ മോദി പഠിപ്പിച്ചിരിക്കും. ഒരു സമൂഹത്തോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങളെ പഠിപ്പിക്കും. ജനാധിപത്യവും ദേശീയതയും മതേതരത്വത്തിലൂന്നിയ ഭാരത സംസ്കാരവും എങ്ങനെയായിരിക്കണമെന്നും ഈ ഭാരതത്തിൽ ജീവിക്കുന്ന ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും പാർസിയും ജൈനനും ഇതര മതവിഭാഗക്കാരും മതമില്ലാത്തവരും എങ്ങനെയായിരിക്കണം ഇവിടെ ജീവിക്കേണ്ടതെന്ന് പഠിപ്പിക്കുക തന്നെ ചെയ്യും സംഘികൾ നിങ്ങൾ. പ്രതികരിക്കാൻ ധൈര്യമില്ലാത്ത ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും നമ്മുടെയൊക്കെ വീഡിയോയുടെ താഴെ വന്നൊരു കമന്റ് ഇടാൻ പോലും ഭയമാണ്, ധൈര്യമില്ല. ഭാരത് മാതാ കീ ജയ് എന്ന് വിളിക്കുമ്പോൾ ഇവർ വിചാരിക്കുന്നത് ഭാരതമാതാവിനെ നമ്മൾ പൂജിക്കുവാണ്, ആരാധിക്കുവാണ്, ആരാധ്യ വസ്തുവാണ്, അത് ഷിർക്കാണ് എന്ന തോതിൽ സാക്കിർ നായിക്കിനെ പോലെയുള്ള വമ്പൻ ഭീകരന്മാർ ഇവരെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ രൂപത്തിൽ ഹിന്ദു യുവാക്കളെ ഉണർത്തിക്കൊണ്ടുവന്നതും മുസ്ലിം സമുദായമാണ്. അവരോടാണ് അതിന് നന്ദി പറയേണ്ടത്. ഏതെങ്കിലും ഒരു പ്രത്യേക മതരാജ്യം ഞങ്ങൾക്ക് വേണമെന്ന് പറയുമ്പോൾ അന്ന് നെഹ്റു അംഗീകരിച്ചു കൊടുത്തു. ഇന്ന് അംഗീകരിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് പോണ്ടിച്ചേരി മുതൽ ഒരു സംസ്ഥാനം ഇങ്ങോട്ട് തന്നേക്ക്. ഞങ്ങൾക്ക് മലബാർ ഒരു മലദ്വാർ സംസ്ഥാനമാക്കി ഇങ്ങോട്ട് തന്നേക്ക്. അർഹതയില്ലാത്ത ആനുകൂല്യങ്ങൾ പൊതു ഖജനാവിൽ നിന്നും ഊറ്റിയെടുക്കുമ്പോൾ തർക്കിച്ചു വാങ്ങിയെടുത്തിട്ട് അത് അനുഭവിച്ചിട്ട് ഇപ്പുറത്ത് വേദിയിൽ വന്ന് പറയാണ് ഞങ്ങൾ ഇവിടെ ന്യൂനപക്ഷമൊന്നുമല്ല എന്ന്. ഇതുവരെ പ്രതികരിക്കാൻ ഹിന്ദുവിനും ക്രിസ്ത്യനും ധൈര്യമുണ്ടായിട്ടില്ല. പക്ഷേ ഇന്നവർക്ക് ധൈര്യമുണ്ട്. അർഹതയില്ലാത്ത ആനുകൂല്യങ്ങൾ മറ്റുള്ളവരുടെ ചിലവിൽ പറ്റുമ്പോൾ മാത്രമാണ് ഇവർ ഇന്ത്യക്കാരന്മാരായിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ മാത്രമേ ഇവർക്ക് ഈ സ്വതന്ത്ര ഭാരതത്തിന്റെ പൗരന്മാരാണ് ഇവർക്കെന്ന് ബോധ്യമുള്ളൂ. എന്നാൽ ഇന്ത്യയിലെ മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഒക്കെ ആയി ഇവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം, ഇന്ത്യൻ പൗരന്മാർ എന്ന ലേബല് മതി. നമുക്ക് ആ ലേബല് മതി.
ആ ലേബലിലാണ് നമുക്കിവിടെ ജീവിക്കേണ്ടത്. അതല്ലാതെ കൊല്ലുന്നവനും കൊല്ലപ്പെടുന്നവനും അള്ളാഹു അക്ബർ എന്ന് വിളിക്കുമ്പോൾ അള്ളാഹു ആരുടെ കൂടെയാ നിൽക്കുക? യമനികൾ സൗദികൾക്കെതിരെ അള്ളാഹു അക്ബർ മുഴക്കിയിട്ടാണ് കശാപ്പ് ചെയ്യുന്നത്. സൗദി അറേബ്യയും അതുപോലെ തിരിച്ച് ആരുടെ കൂടിയാ പടച്ചു നിൽക്കുക? അഫ്ഗാനികൾ പാകിസ്ഥാനിലേക്ക് മിസൈൽ വിടുമ്പോഴും അള്ളാഹു അക്ബർ, പാക്കികള് ബംഗ്ലാദേശിലേക്ക് വിടുമ്പോഴും അള്ളാഹു അക്ബർ. ഇത് വല്ലാത്ത രൂപത്തിൽ പടച്ചോനെ പ്രതിസന്ധിയിലാക്കുവാണല്ലോ നിങ്ങൾ ഈ ചെയ്യുന്നത്. ഇന്ന് ആളുകൾക്ക് ധൈര്യമുണ്ടായി കാര്യങ്ങൾ ഉറക്കെ ഇങ്ങനെ വെട്ടിപ്പോടെ വിളിച്ചു പറയാൻ. അവരെ ഉണർത്തിയ മുസ്ലിം സമുദായത്തിന് നമ്മൾ നന്ദി പറയണം. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മതസൗഹാർദ്ദം, വന്ദേ മാതരം പറയാൻ പാടില്ല, ജനഗണമന ചൊല്ലാൻ പാടില്ല, ഭാരത് മാതാ കീ ജയ് എന്ന് പറയാൻ പാടില്ല. ഇവരുടെ ഈ മതസൗഹാർദ്ദത്തിന്റെ തോത് എങ്ങനെയായിരിക്കുമെന്ന് ജനങ്ങളൊന്ന് പഠിക്കട്ടെ. അതിനും നമുക്ക് ജൂതനോട് തന്നെ നന്ദി പറയണം. കാരണം ജൂതനുണ്ടാക്കിയ മീഡിയയിലൂടെ നമുക്കിത് ലോക ജനങ്ങളെ അറിയിക്കാൻ സാധിക്കുന്നുണ്ട്. നന്ദി.